ചില ഓർഡേഴ്സൊക്കെ തരുന്ന കസ്റ്റമേഴ്സ് അതേ കോപ്പി പേസ്റ്റ് ആയിരിക്കും പറയാം. പക്ഷേ എനിക്കതിനോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ. ചിലത് എന്തോ ലൈക്കായിട്ട് സംഭവമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യും. അല്ലാത്തത് നമ്മൾ ചെറിയ ചേഞ്ചസൊക്കെ വരുത്തും. പിന്നെ അറിയാം നമുക്ക് ആ ഒരു ഡിസൈൻ കാണുമ്പം അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നന്നാവുകയെന്നും തോന്നും. അങ്ങനെയൊക്കെയുള്ള കുറേ എന്താ പറയുക ഒരു സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ലപോലെ ഫ്രീഡം തന്നിട്ടുള്ളൊരു കസ്റ്റമറാണ്. അപ്പോൾ അവരെ ഡിമാൻഡ്സ് എന്ന് പറയാൻ അതേപോലെ ചെയ്യണം എന്നായിരുന്നു എല്ലാ കസ്റ്റമറുടെയും പോലെ തന്നെ. പിന്നെ എന്ന് പറയാൻ അത്യാവശ്യം ലോങ് പോകേണ്ട കേക്ക് ആയതുകൊണ്ട് നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് സെറ്റാക്കി എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേക്ക് നമ്മൾ ഇങ്ങനെയാണ് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. 2 കാറ് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാറിൻ്റെ ടയർ എന്താ പറയുക അധികവും നമ്മൾ ബ്ലാക്കിലാണല്ലോ കാണാറ്. അപ്പോൾ ബ്ലാക്കിൽ കണ്ട് വേറൊരു കളറിൽ കാണുമ്പോൾ എന്തോ പോലെ തോന്നും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവരോടൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഓക്കെ അങ്ങനെയാണ് ബ്ലാക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ബ്ലാക്ക് ചെയ്തു. പിന്നെ എന്താ പറയുക ഈ ഒരു വാള് ഈ ഒരു ഹൈറ്റിലുള്ള ഡിസൈൻ നമ്മൾ എക്സാക്റ്റ് അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്നാമതെന്ന് വെച്ചാൽ ഇത് 1 kg ടോളായിട്ട് ചെയ്ത കേക്കാണ്. ആ ഫോട്ടോയിൽ കാണുന്നത് എനിക്ക് തോന്നുന്നൊരു 2 kg ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ അത്യാവശ്യം എന്തുണ്ടാവും വിടുത്തുണ്ടാവും ഹൈറ്റിൻ്റെ ഒരു ഭാഗത്തിന് അത്യാവശ്യം വിടുത്തുള്ളതുകൊണ്ട് ആ ഒരു കേക്കിൽ ഉള്ള പോലെ നമുക്ക് ഈ കേക്കിൽ കൊണ്ടുവരാൻ പറ്റിയെന്നും വരില്ല. അങ്ങനെ നമ്മൾ പറ്റും പോലെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ടോപ്പ് ഏരിയ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒന്നാമത് അത്ര കുറച്ച് ലോങ് ആണ് കേട്ടോ, ഇടക്കര എത്തണം സംഭവം. അപ്പോൾ അത്രയും ലോങ് ആയതുകൊണ്ട് എന്തെങ്കിലും ഡാമേജ് പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മുകളിലത്തെ ഭാഗം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറച്ച് ബോൾസും വെച്ചിട്ട് നമ്മൾ ക്ലൗഡ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സപ്പോർട്ടിനായിട്ട് ബാക്കിലായി ഒരു ഇതുള്ളത് കൊണ്ട് അവിടെ നിൽക്കും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അവിടെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളത് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ മുകളിൽ കുറച്ച് ബോൾസ് ആ ഒരു ഗ്രീൻ ആൻഡ് സിൽവർ ഗോൾഡൻ എല്ലാ കളേഴ്സും ഉള്ളൊരു കുറച്ച് ബോൾസും വെച്ചു. പിന്നെ ഒരു 2 ക്ലൗഡ് സ്റ്റാർസും കൂടെ വെച്ചിട്ട് നമ്മൾ ആ ലുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് ഏകദേശം അതേപോലെ ആയതുകൊണ്ട് ഞാൻ പിന്നെ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. മുകളിലത്തെ പോർഷൻ എടുത്ത് മാറ്റും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ കസ്റ്റമർക്ക് അയക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഓക്കെ ആണെന്നാണ് പറഞ്ഞു. അങ്ങനെ ഈ കേക്കിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. നമ്മൾ ഇനി ഡെലിവറി ചെയ്യുകയാണ് കേട്ടോ. വീടിനടുത്ത് എന്ന് പറയുമ്പോൾ ഒരു 1-2 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ദെൻ നമ്മളുടെ പേടകം വെയിറ്റിങ്ങിലാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി കൊടുത്തു. പിന്നെ ജസ്റ്റ് കഥയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങ് പോന്നു. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.